കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവജന പഠനത്തിനായി സൂം പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ, കൂടാതെ യൂട്യൂബിലൂടെ ഇതിനുശേഷം ദൈവജനം പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന എല്ലാ മാന്യ കേൾവിക്കാരെയും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്ക് വിവിധ ഇടങ്ങളിൽ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കാൻ ദൈവം നമ്മെ സഹായിച്ചു. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ നമുക്കായിരിക്കും. നമ്മൾ എഹെസ്കേലിന്റെ പുസ്തകം 24-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 24-ാം അധ്യായം ആരംഭിക്കുമ്പോൾ തന്നെ യെരുശലേമിന് അഥവാ യഹൂദയ്ക്ക് വരാൻ പോകുന്ന ന്യായവിധി ആരംഭിച്ചു എന്നുള്ള പ്രഖ്യാപനത്തോടു കൂടിയാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. ഒരു രൂപസാദൃശ്യത്തിലൂടെ വീണ്ടും അതെടുത്തു പറയുന്നുണ്ട്. കുട്ടകവും അതിനകത്ത് വെള്ളം നിറച്ച് തീയുടെ മുകളിൽ വെച്ചിരിക്കുന്നു. 4-ാം വാക്യത്തിൽ വായിക്കുന്നത്, വിശേഷപ്പെട്ട നിലയിലുള്ളതായ മാംസ കഷണങ്ങൾ അതിനകത്തുണ്ട്. മാംസ കഷണങ്ങൾ, തുട, കൈക്കുറ മുതലായ നല്ല കഷണങ്ങളും അതിന് ചില അസ്ഥി കഷണങ്ങളും അതിനകത്തിടണം എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതെല്ലാം ഇസ്രായേലിലെ അഥവാ യഹൂദയിലെ പ്രധാന സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന ആളുകളെ കാണിക്കുന്നതാണ്. രാജാക്കന്മാർ, പുരോഹിതന്മാർ, പ്രവാചകന്മാർ, കൂടാതെ അവിടുത്തെ ഉന്നത സ്ഥാനം അലങ്കരിക്കുന്ന മറ്റാളുകൾ. ആ തീക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വിറകും അസ്ഥി കഷ്ണങ്ങളെല്ലാം സാധാരണ ജനങ്ങളെ കാണിക്കുന്നതാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. ആ കുട്ടകത്തിനകത്ത് തന്നെ കുറെ കഴിയുമ്പോൾ പറയുന്നുണ്ട്, ചില നല്ല കണ്ണങ്ങൾ. 6-ാമത്തെ വാക്യത്തിൽ അതിനെ കണ്ണമായി പുറത്തെടുക്കുക എന്ന് പറയുന്നുണ്ട്. അതായത് ഈ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ന്യായവിധിയിൽ യെരുശലേം നഗരം വെന്തെരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്തു നിന്നും ദൈവത്താൽ തെരഞ്ഞെടുത്ത് വെളിയിലാക്കപ്പെട്ട ഒരു ചെറിയ ശേഷിപ്പ്, അവരാണ് പ്രവാസത്തിലേക്ക് പോയ ജനം. പ്രവാസത്തിലേക്ക് ഈ യെരുശലേം നഗരം ദൈവത്തിന് ന്യായവിധിയാൽ വെന്തെരിയുമ്പോൾ അതിനകത്തു നിന്നും ഒരു കൂട്ടത്തെ ദൈവം പിറക്കിയെടുത്ത് മാറ്റിവെച്ചു. ഒരു കൊച്ചു ശേഷിപ്പിനെ അവരെ പ്രവാസത്തിലേക്ക് കടത്തിവിട്ടു. അതാണ് ഭാഗം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ നാം കണ്ടത്, അവിടെ രക്തം പാറമേൽ ചൊരിയപ്പെട്ടിരിക്കുന്നു, എല്ലാവരും കാണത്തക്ക നിലയിൽ. ഭൂമിയിൽ ഒഴിക്കുന്ന രക്തം അതിന് മുകളിൽ മണ്ണിട്ട് മൂടി കവർ ചെയ്താൽ ആരും കാണത്തില്ല. പാറമേൽ ചൊരിയപ്പെട്ട രക്തം അതങ്ങനെ എല്ലാവരും കാണും. അത് മറയ്ക്കുവാൻ ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞാൽ ആ മണ്ണിട്ട് മൂടാതെ എല്ലാവരും കാണത്തക്ക നിലയിൽ വെച്ച് ആ പാറമേൽ ചൊരിയപ്പെട്ട രക്തം എന്ന് ഉദ്ദേശിക്കുന്നത് പ്രതികാരത്തിന് വേണ്ടി ദൈവത്തോട് യാചിക്കുന്ന ഒരു രക്തത്തെയാണ് കാണിക്കുന്നത്. പ്രതികാരത്തിന് വേണ്ടി ദൈവത്തോട് യാചിക്കുന്ന ഒരു നിലവിളി, അതാണ് കാണാൻ കഴിയുന്നത്. ആ കുട്ടകത്തിനകത്ത് നിറയെ കറകളാണ്, ക്ലാവ് പിടിച്ചിരിക്കുക. അതിനെ കഴുകിയാൽ ശരിയാകുകയില്ല. അതുകൊണ്ട് കുട്ടകത്തോടുകൂടെ തന്നെ അതിനെ തീയിൽ വെച്ച് അതിനെ ഉരുക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന, യെരുശലേം നഗരം രക്തക്കറകൾ കൊണ്ട് നിറഞ്ഞു. അതിനെ ശുദ്ധീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആ പട്ടണത്തെ തീ കൊണ്ട് പൂർണ്ണമായും നശിപ്പിക്കുകയാണ്. അങ്ങനെ അതിനെ ശുദ്ധീകരിച്ചെടുക്കണം. അതിനകത്ത് തീയിട്ട് നശിപ്പിച്ചാലും ദൈവത്തിന്റെ പദ്ധതി എന്നേക്കുമായിട്ട് നശിച്ചു പോകാനല്ല, ഒരു പുതിയ പുനരുത്ഥാനവും ഒരു പുതിയ പുനഃസ്ഥാപനവും ദൈവം അതിന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവം അതിനെ തീയിട്ട് പൂർണ്ണമായും ശുദ്ധീകരിച്ചെടുക്കുന്നതായിട്ടാണ് നമുക്കതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്തൊരു വേറെ ഭാഗത്തേക്ക് വരുന്നത്, അടുത്ത ഓർമ്മ വരുന്നത്
യെഹെസ്കേലിന്റെ ഭാര്യയുടെ മരണത്തെ കുറിച്ച് പറയുന്ന ഭാഗം നമ്മൾ അത് പറഞ്ഞാണ് നിർത്തിയത്. യെഹെസ്കേലിനോട് ദൈവം വളരെ വ്യക്തമായി പറയുകയാണ്, മനുഷ്യപുത്ര, ഞാൻ നിന്റെ കണ്ണിന്റെ ആനന്ദമായവളെ ഒരടിയാൽ നിങ്ങൾ എടുത്തു കളയും. യഹോവയായ ദൈവം തന്റെ ഭാര്യയുടെ മരണത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറയും. അതിനോടുള്ള ബന്ധത്തിൽ നിന്റെ പ്രതികരണം എങ്ങനെ ആയിരിക്കണമെന്നും കൂടെ യഹോവയായ ദൈവം പറയുന്നു. അതാണ് 24 അധ്യായത്തിന്റെ 16ഉം 17ഉം വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതിനകത്ത് പറയുന്നുണ്ട്, നീ വിലപിക്കുകയോ കരയോ കണ്ണുനീർ വാർക്കുകയോ ചെയ്യരുത്. നീ മൗനമായി നെടുവീർപ്പിടുക എന്ന് പറഞ്ഞാൽ നീ വാവിട്ട് കരയാനോ അല്ലെങ്കിൽ അതിനെ ഓർത്ത് നെഞ്ചത്തടിക്കാനോ ആ നില കരയുവാൻ പാടില്ല. നിനക്ക് ചെയ്യാൻ കാര്യം, നീ മൗനമായി നെടുവീർപ്പിടുക. ജസ്റ്റ് ഗ്രോണിങ്. നീ നെടുവീർപ്പിടുക, നീ ദീർഘശ്വാസം വിടുക. അതാണ് അർത്ഥം. മറ്റൊരു കാര്യം ഞാൻ താഴെ പറയുന്നുണ്ട്, നീ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. നിന്റെ മനോഭാവം. അടുത്തത്, നീ ഇന്ന കാര്യം ചെയ്യാൻ പാടില്ല. അവിടെ പറഞ്ഞ കാര്യം, മൃതവിലാപം കഴിക്കരുത്, തലയ്ക്ക് തലപ്പാവ് കെട്ടി കാലിന് ചെരുപ്പിടുക, അതരം മൂടരുത്, മറ്റുള്ളവർ കൊടുത്തയക്കുന്ന അപ്പം തിന്നുകയും വരുത്. ഇത് യഹൂദന്മാരുടെ ഇടയിൽ ആരെങ്കിലും മരിച്ചാൽ ആ ദുഃഖത്തിലായിരിക്കുന്ന ആ അംഗങ്ങളോടുള്ള ബന്ധത്തിൽ ചില ആചാര മര്യാദകൾ യഹൂദന്മാരുടെ ഇടയിലുണ്ട്. അതാണ് അവിടെ പറയുന്നത്. അപ്പോൾ യെഹെസ്കേലിന്റെ ഭാര്യ മരിച്ചാൽ ഒരു സാധാരണ യഹൂദനെ സംബന്ധിച്ച്, ഒന്ന്, അവൻ തലപ്പാവ് ധരിക്കാൻ പാടില്ല. നല്ല ഒരു യാഥാസ്ഥിതികമായിരിക്കുന്ന ഒരു ഓർത്തഡോക്സ് ജൂ ഇപ്പോഴും തലയിൽ അവർ തൊപ്പി വെക്കും, ഒരു തലപ്പാവ് ധരിക്കുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പൊ ദുഃഖം വരുമ്പോൾ പറയുന്നത്, നീ അത് വെക്കാൻ പാടില്ല. 2, നീ ചെരുപ്പിടാൻ പാടില്ല. 3, അവർ തലയിലെ മൊട്ടയടിച്ചിരിക്കണം. യഹോവ യെഹെസ്കേലിനോട് പറയുന്നത്, നീ കരയരുത്, തലയ്ക്ക് തലപ്പാവ് കെട്ടി കാലിന് ചെരുപ്പിടുക. യഹൂദന്റെ മര്യാദ പ്രകാരം മരിക്കുമ്പോൾ വീട്ടിൽ ദുഃഖത്തിലായിരിക്കുന്ന അംഗങ്ങൾ, പ്രിയപ്പെട്ടവർ, ഏറ്റവും ക്ലോസ് ആയി പ്രിയപ്പെട്ടവർ, കുറെ നാളത്തേക്ക് അവർ തലയിൽ തലപ്പാവ് അണിയാൻ പാടില്ല, മൊട്ടയടിച്ചിരിക്കണം, കാലിൽ ചെരുപ്പിടാൻ പാടില്ല. അവർ നല്ല വസ്ത്രം വലിച്ചു കീറി കളഞ്ഞിട്ട് ചാക്ക് കൊണ്ടുണ്ടാക്കിയ, ചണം കൊണ്ടുണ്ടാക്കിയ പരുപരുത്ത ഡ്രസ് ഇട്ടിരിക്കണം. അവരെ ചാരത്തിൻ്റെ അകത്ത് ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യണം. മറ്റൊന്ന്, അവർ വീട്ടിനകത്ത് ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല, വെളിയിൽ നിന്ന് ആരെങ്കിലും ഭക്ഷണം കൊണ്ട് കൊടുക്കണം. ഇത് ചില ദിവസങ്ങൾ ഈ വിലാപം നടക്കും. കൂടാതെ അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അവർ ബന്ധുമിത്രാദികൾ വരുമ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, യഹൂദന്റെ ഇടയിൽ ആരും മരിക്കുമ്പോൾ വിലാപഗാനം പാടുന്ന ഒരു ഗ്രൂപ്പുണ്ട്. മൃതാവിലാപം എന്ന് പറയുന്നത്. മരിക്കുമ്പോൾ അവരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും, കരയുന്ന ഒരു ഗ്രൂപ്പ്. അവരിങ്ങനെ മരിക്കുന്ന വീടുകളെല്ലാം ക്ഷണിച്ചാൽ ഗ്രൂപ്പായിട്ട് പോയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കും. അവർക്ക് അതിനുള്ളതായ പ്രതിഫലമൊക്കെ വാങ്ങിക്കാറുണ്ട്. അതിന് പണം മുടക്കുന്നത് അവരുടെ ബന്ധുമിത്രാദികളായിരിക്കും. എന്നിട്ട് അതാണ് അവരുടെ ചടങ്ങാണത്. യഹോവ ദൈവം പറഞ്ഞു, നീ ഇതൊന്നും ചെയ്യാൻ പാടില്ല, നീ ഇതൊന്നും ചെയ്യാൻ പാടില്ല. നീ നെടുവീർപ്പിടുക
നെടുവീർപ്പിടുക, നീ മൗനമായിരുന്ന് നെടുവീർപ്പിട. ഇവിടെ നോക്കണം, യെഹെസ്കേലിന്റെ ഭാര്യ മരിച്ചു. അവനോടൊന്ന് പറഞ്ഞു, നീ കരയാൻ പാടില്ല. 2, മൗനമായിരുന്നു നെടുവീർപ്പിടുക. ഒറ്റ കുഞ്ഞിനെ കാണിക്കാൻ പാടില്ല. നീ ദുഃഖത്തിലാണോ, നിന്റെ ഭാര്യ മരിച്ചെന്നോ ഒരു കുഞ്ഞിനെ നീ അറിയിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ എത്രമാത്രം ത്യാഗം, ഒരുപക്ഷെ യെഹെസ്കേലിന്റെ ഹൃദയത്തിനകത്ത് ത്യാഗം സഹിച്ചായിരിക്കും നിന്നത്. ദൈവം പറഞ്ഞ അരുളപ്പാട് പാലിക്കുവാൻ, ദൈവം കൊടുത്തത് അതുപോലെ പാലിക്കുവാൻ വേണ്ടി യെഹെസ്കേൽ നന്നായി വില കൊടുത്തിട്ടുണ്ട്, നന്നായി വേദന സഹിച്ചിട്ടുണ്ട്. തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് വേർപെട്ടു പോയത്. ആ വ്യക്തിയോടുള്ള ബന്ധത്തിൽ ഒരു യഹൂദൻ എന്ന നിലയിൽ ഈ കർമാചാരങ്ങളൊക്കെ നടത്തണം. പക്ഷെ ദൈവം പറഞ്ഞ് നടത്താൻ പാടില്ല. അപ്പോൾ ദൈവത്തിന്റെ വാക്കിന് മുമ്പിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നും ചെയ്യാതെ, ഭാര്യയോടുള്ള ബന്ധം ചെയ്യാതെ വരുമ്പോൾ, അതെല്ലാം ഉപേക്ഷിക്കുമ്പോൾ, ഒരുപക്ഷെ സൊസൈറ്റിയിൽ ആളുകൾ അവനെ പലതും പറഞ്ഞു തിരിക്കാം. ഇവരെന്തോ മനുഷ്യനാണോ എന്ന് ചോദിക്കാം. ചിലപ്പോൾ ഇവനെന്തോ പ്രവാചകനാണ്, ഇവനെന്തോ മനുഷ്യനാണെന്ന് ഒരുപക്ഷെ ആളുകൾ ചോദിച്ചിരിക്കാം. കാരണം യഹൂദന്റെ നിയമം, മതപരമായ ആചാര ചടങ്ങ് അങ്ങനെയാണ്. എന്നാൽ ആ നിന്ദകളും ഒരുപക്ഷെ ആക്ഷേപങ്ങളും ഒക്കെ അവന്റെ മുമ്പിൽ വന്നു കാണും. അതിനെയെല്ലാം അവൻ സഹിച്ചു. എന്തിനിതെല്ലാം സഹിച്ചെന്ന് ചോദിച്ചാൽ, യഹോവയായ ദൈവം തന്നിലൂടെ ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ ഭാര്യയുടെ മരണത്തിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി സ്വയമേ അർപ്പിച്ചു കൊടുത്ത, സമർപ്പിക്കപ്പെട്ടു കൊടുത്ത ഒരു പ്രവാചകനെ, ഒരു ദൈവപുരുഷനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ തുടർന്ന് മുൻപോട്ട് പോകുമ്പോൾ ഈ നിലയിലേക്ക് മുൻപോട്ട് പോകുന്ന, ദുഃഖിച്ചു കഴിയുന്ന, ദുഃഖമുണ്ട് ഹൃദയത്തിനകത്ത്, പക്ഷെ അതൊന്നും വെളിയിൽ കാണിക്കാതെ ദുഃഖം കടിച്ചമർത്തി യാത്ര ചെയ്യുന്ന ഒരു യെഹെസ്കേൽ. ഇതെല്ലാം എന്തിനാണ് ചോദിച്ചാൽ, ദൈവത്തിന്റെ സന്ദേശം ജനത്തെ അറിയിക്കുക, ദൈവം എന്തു പറയുന്നുവോ, എന്ത് ത്യാഗം സഹിച്ചാലും വേണ്ടിയില്ല, അത് ചെയ്തു തീർക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് അതിന്റെ തുടർ ഭാഗമാണ് 18 മുതൽ 24 വാക്യങ്ങൾ. അതൊന്ന് വായിച്ചു. യെഹെസ്കേലിന്റെ പുസ്തകം 24-ാം അധ്യായത്തിന്റെ 18 മുതൽ 24 വാക്യം. അങ്ങനെ ഞാൻ രാവിലെ ജനത്തോട് സംസാരിച്ചു. വൈകുന്നേരത്ത് എന്റെ ഭാര്യ മരിച്ചു. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പിറ്റേ രാവിലെ ചെയ്തു. അപ്പോൾ ജനം എന്നോട്, നീ ഈ ചെയ്യുന്നതിന്റെ അർത്ഥം എന്ത്? ഞങ്ങൾക്ക് പറഞ്ഞു തരികയില്ലയോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ അവരോട് ഉത്തരം പറഞ്ഞത്, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, നീ ഇസ്രായേൽ ഗൃഹത്തോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ഗർവിക്കുന്ന ശരണവും നിങ്ങളുടെ കണ്ണിന്റെ ആനന്ദവും നിങ്ങളുടെ ഹൃദയത്തിന്റെ വാഞ്ചയും ആയിരിക്കുന്ന എന്റെ വിശുദ്ധ മന്ദിരത്തെ ഞാൻ അശുദ്ധമാക്കും. നിങ്ങൾ വിട്ടേച്ചു പോകുന്ന നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും വാൾ കൊണ്ട് വീഴും. ഞാൻ ചെയ്തതുപോലെ നിങ്ങളും അന്ന് ചെയ്യും. നിങ്ങൾ അധരം മൂടാതെയും മറ്റുള്ളവർ കൊടുത്തയക്കുന്ന അപ്പം തിന്നാതെയും ഇരിക്കും. നിങ്ങളുടെ തലപ്പാവ് തലയിലും ചെരുപ്പ് കാലിലും ഇരിക്കും. നിങ്ങൾ വിലപിക്കുകയോ കരയുകയോ ചെയ്യാതെ നിങ്ങളുടെ അകൃത്യങ്ങളിൽ തന്നെ ക്ഷയിച്ച് തമ്മിൽ തമ്മിൽ നോക്കി ഞരങ്ങും. ഇങ്ങനെ യെഹെസ്കേൽ നിങ്ങൾക്കൊരടയാളമായിരിക്കും. അവൻ ചെയ്തതുപോലൊക്കെയും നിങ്ങളും ചെയ്യും. അത് സംഭവിക്കുമ്പോൾ ഞാൻ യഹോവയായ കർത്താവെന്ന് നിങ്ങൾ അറിയും. അതിന്റെ തുടർ ഭാഗമായത് യഹോവയായ ദൈവം ഒരിക്കൽ പറഞ്ഞതാണ്. അങ്ങനെ
യഹോവ പറഞ്ഞതുപോലെ തന്നെ യെഹെസ്കേൽ രാവിലെ എഴുന്നേറ്റു. സാധാരണ ജനങ്ങളെ കണ്ട് സംഭാഷിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. തുടർന്ന് വൈകുന്നേരമായപ്പോൾ തന്റെ ഭാര്യ മരിച്ചു. അടുത്ത ദിവസം ഭാര്യയെ അടക്കണമായിരുന്നു. അപ്പോൾ അവൻ യഹോവ പറഞ്ഞതുപോലെ ചെയ്തു. വിലാപം കഴിച്ചില്ല, മൗനമായി നെടുവീർപ്പിട്ടു. അവന് തലയിൽ തലപ്പാവ് വെച്ചു, അവന് കാലിൽ ചെരുപ്പിട്ടു, മുഖം മൂടിക്കെട്ടിയില്ല, ചാരത്തിലിരുന്നില്ല. ഇപ്പൊ യഹോവ പറഞ്ഞതുപോലെ തന്നെ എല്ലാം ചെയ്തു. അപ്പോൾ അവൻ യഹോവ പറഞ്ഞ പോലെ ചെയ്തു. ഒരുപക്ഷേ യഹോവയെ അനുസരിക്കുവാൻ, യഹോവ പറഞ്ഞതുപോലെ ചെയ്യുവാൻ യെഹെസ്കേലിന് വളരെ ബുദ്ധിമുട്ടായിരിക്കാം കാര്യങ്ങൾ. എന്നാൽ യഹോവയുടെ നിർദ്ദേശങ്ങൾ, യഹോവ പറഞ്ഞ കാര്യങ്ങൾ, അതെല്ലാം ഒരു ലക്ഷ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ് എന്നൊരു ബോധ്യം ഒരുപക്ഷെ യെഹെസ്കേലിന് ഉണ്ടായിരിക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നുണ്ട് കാര്യം. യെഹെസ്കേൽ പറയുകയാണ്, ഞാൻ നിന്റെ കണ്ണിന് ആനന്ദമായവളെ ഒരേ അടിയാൽ നിങ്ങൾ എടുത്തു കളയും, നിന്റെ ഭാര്യ മരിക്കും എന്ന് പറയുമ്പോൾ യെഹെസ്കേലിന്റെ മാനസിക നിലവാരം എങ്ങനെയായിരിക്കാം? കാരണം പ്രവാസത്തിലേക്ക് വന്നിരിക്കുക. പ്രവാസത്തിൽ ഒരുപക്ഷെ അപ്പനോ അമ്മയോ സഹോദരങ്ങളൊന്നും കാണത്തില്ല. ഇപ്പൊ ഉള്ളെന്ന് പറഞ്ഞ ഭാര്യയും മറ്റു പലരുമുള്ളത്. അപ്പോൾ ഈ യഹോവയെ ദൈവം പറഞ്ഞു, നിന്റെ ഭാര്യയെ ഞാൻ എടുക്കും എന്ന് പറയുമ്പോൾ ആ ഭവനത്തിന്റെ അകത്ത് ഭാര്യയെ കാണുമ്പോൾ ഹൃദയത്തിന്റെ അകത്ത് യെഹെസ്കേൽ ഉണ്ടാകുന്ന ആ മനോഭാവം നമ്മളൊന്ന് കണ്ടു നോക്കിയെന്നല്ല, ഒന്ന് മനസ്സിലാക്കിയെന്നല്ലത്. ഹൃദയത്തിൽ പറഞ്ഞു വയ്ക്കാം, ഒരല്പസമയം കഴിയുമ്പോൾ ഇവള് മരിക്കും. ഇത് അവളെ അറിയിക്കണമോ അറിയിക്കണ്ടായോ? അവളെ അറിയിച്ചാൽ ഒരുപക്ഷെ അവൾ ഇതിന്റെ പേരിൽ അലറി കീറി ബഹളമുണ്ടാക്കിയാൽ ജനം അറിയും. അതറിഞ്ഞാൽ ദൈവം എന്നോട് പറഞ്ഞ വാക്കുകൾക്ക് വിപരീതമായി തീരും. അറിയിക്കാതിരുന്ന കഷ്ടമല്ലേ? ഇങ്ങനെ പലതരത്തിലുള്ള ചിന്തകളുടെ യെഹെസ്കേൽ കടന്നുപോയി കാണാം. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ദുഃഖം കടിച്ചമർത്തിയായിരിക്കും ആ നിമിഷങ്ങളൊക്കെ കടന്നുപോയത്. നേരിട്ട് പറഞ്ഞതല്ലേ ഭാര്യ മരിക്കുമെന്ന്. അപ്പോൾ ഹൃദയത്തിനകത്ത് എത്ര ഇല്ലായാലും ശരി വളരെ ഭാരമുണ്ട്. മറ്റൊരു കാര്യം, ഇതിനു മുൻപ് അധ്യായങ്ങളൊക്കെ യഹോവയായ ദൈവം യെഹെസ്കേലിന്റെ ജീവിത ശൈലിയിലൂടെ, ആലങ്കാരിക ഭാഷയിൽ യെഹെസ്കേലിലൂടെ ദൈവം തന്നെ സന്ദേശ ജനത്തെ പല പ്രാവശ്യം അറിയിച്ചിട്ടുണ്ട്. സൈഡ് തിരിഞ്ഞ് ഇത്ര ദിവസം കിടക്കണം, വലതുവശം ഇത്ര ദിവസം കിടക്കണം, നീ ഇങ്ങനെ അപ്പം തിന്നണം. ഇതൊക്കെ ജീവിത ശൈലിയിലൂടെ ആലങ്കാരിക ഭാഷയിൽ ജനത്തെ കാണിച്ചു കൊടുക്കുവാൻ ദൈവം യെഹെസ്കേലിനെ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതല്ല. ഇതിപ്പോൾ ഈ ജനത്തെ ഒരു സന്ദേശം അറിയിക്കുവാൻ വേണ്ടി ദൈവം ചെയ്തിരിക്കുന്ന സ്വന്തം ഭാര്യയെ, ജീവിതത്തിലെ ഏറ്റവും അടുത്ത ആളുകളിൽ ഒന്നായതിനെ വേർപെടുത്തിക്കൊണ്ടു പോവുകയാണ്. ആ മരണത്തിലൂടെ ദൈവത്തിന് സന്ദേശം യെഹെസ്കേലിലൂടെ ജനത്തെ അറിയിക്കണം. ഒരു കഠിനമായ വേദന ഉണ്ടാക്കുന്ന ഭാഗമേ നാം മനസ്സിലാക്കേണ്ട വസ്തുത. നേരത്തെ അറിയിച്ചിട്ടും ഇങ്ങനെയെല്ലാം ആയിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ യെഹെസ്കേൽ അതെല്ലാം അതുപോലെ തന്നെ ചെയ്തു. ദൈവിക സന്ദേശം അറിയിക്കുന്നതിൽ സ്വയമേ
അവൻ ഏൽപ്പിച്ചു കൊടുത്തായി കാണാൻ കഴിയുന്നു. അവന്റെ ജീവിതത്തിലുണ്ടായ ദുഃഖം ആരെയും കാണിക്കാതെ കടിച്ചമർത്തിയും അതിന് വില കൊടുത്തും വേദന സഹിച്ചും ഭാര്യ മരിച്ചാലും വേണ്ടില്ല, അതിലൂടെ ദൈവം തന്നെ സന്ദേശം വെളിപ്പെടുത്തട്ടെ, ദൈവം ആഗ്രഹിക്കുന്ന കാര്യം അതിനോട് ചെയ്തെടുക്കട്ടെ എന്ന് പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ദൈവപുരുഷനെയും ഒരു കുടുംബത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വേദപണ്ഡിതന്മാർ ഒരു കാര്യം ഇങ്ങനെ പറയുന്നുണ്ട്. യഹോവയായ ദൈവം യെഹെസ്കേലിന് പറയുന്നത്, നിന്റെ കണ്ണിന് ആനന്ദമായവളെ എന്നാ പറയുന്നത്. അതിനെക്കുറിച്ച് വേദപണ്ഡിതന്മാർ ഇങ്ങനെയാണ് പറയുന്നത്. ഈ അങ്ങനെ പറയുവാനുള്ള കാരണം, ഈ യെഹെസ്കേലിന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള രൂപസാദൃശ്യമായി ആലങ്കാരിക ഭാഷയിലൂടെ പല സന്ദേശങ്ങളും അറിയിക്കുമ്പോൾ ഇവൾ സപ്പോർട്ടായി കൂടെ നിന്നിട്ടുണ്ടെന്നും അവൾക്ക് നന്നായിട്ടറിയാം ദൈവിക ഉപദേശങ്ങൾക്കും അഥവാ ദൈവം പറയുന്ന അരുളപ്പാടുകൾക്ക് വിപരീതമായി യെഹെസ്കേൽ ഒന്നും ചെയ്യത്തില്ലെന്നും അതിൽ അടിയുറച്ച് നിൽക്കുമെന്നും അവൾക്ക് നന്നായിട്ട് അറിയാമെന്നും അവൾ യെഹെസ്കേലിന് പൂർണ്ണമായി സപ്പോർട്ട് ചെയ്തിരുന്നു എന്നുമാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. ആ നിലയിൽ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്തിരുന്നത് കൊണ്ടാണ് യഹോവയായ ദൈവം പറഞ്ഞതിന്റെ കണ്ണിന് ആനന്ദമായവൾ എന്ന് പറയാനുള്ള കാരണം അതാണെന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. എന്തായാലും ശരി, ആ ഒരു കുടുംബം എന്ന് പറയാം, അവർ പൂർണ്ണമായും ദൈവിക ആലോചനകൾ അവരെ ഒരു മീഡിയ ആയിട്ട് ഉപയോഗിച്ച് ആ മീഡിയയിലൂടെ, ആ മാധ്യമത്തിലൂടെ ജനത്തെ അറിയിക്കുവാൻ വേണ്ടി സ്വയമായി ഏൽപ്പിച്ചു കൊടുക്കപ്പെടുന്ന ഒരു കുടുംബം, ഒരു വ്യക്തി, ഒരു ദൈവപുരുഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. യഹോവയുടെ നിർദ്ദേശങ്ങൾ, യഹോവ കൊടുത്ത അരുളപ്പാടുകളെല്ലാം ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടിയുള്ളതായിരുന്നു എന്നോ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ഈ ഭാഗം ചിന്തിച്ചപ്പോൾ എന്റെ മനസ്സിൽ ഓടി വന്ന ഒരു വ്യക്തിത്വമുണ്ട് പഴയ നിയമത്തിൽ, അബ്രഹാം. അവിടെ ഇതുപോലെ സംഭവം നടക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു ദിവസം അബ്രഹാമിനെ വിളിച്ചു പറയാണ്, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ പുത്രനെ മോറിയ ദേശത്ത് കൊണ്ടുപോയി യാഗം കഴിക്കണം എന്ന് പറയുന്നു. യഹോവയായ ദൈവം പറഞ്ഞപ്പോൾ ചില ആളുകൾ പറയാനൊക്കെ അഭിപ്രായം പറഞ്ഞത് സാറായെ അറിയിച്ചില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. എന്റെ ചിന്തയിൽ സാറ ഇത് അറിഞ്ഞിട്ടുണ്ട്, അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. അപ്പോൾ വേലക്കാരെയും കത്തിയും വിറകും ഈ കുഞ്ഞിനെയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ മോറിയാദേശത്ത് ചെന്നു യാഗപീഠമെല്ലാം ഒരുക്കി, വിറകെല്ലാം അടുക്കി, ആ കുഞ്ഞിനെ കെട്ടി യാഗപീഠത്തിന്റെ മേൽ വെക്കുമ്പോൾ അവൻ തിരിച്ചൊന്നും പറയുന്നില്ല. എന്നെ എന്തിനു കെട്ടിയതാണെന്നോ എന്നെ എന്തിനാണ് കത്തി ഇങ്ങനെ ഓങ്ങുന്നൊന്നും അവനൊന്നും പറയുന്നില്ല. എനിക്കൊരു വ്യക്തമായ കാര്യം മനസ്സിലാക്കുന്നത്, അവർ കുടുംബമായും സാറായിക്കും അറിയാം, അബ്രഹാമും ദൈവം പറയുന്ന വിപരീതമായി ഒന്നും ചെയ്യത്തില്ല എന്ന് സാറായിക്കും അറിയാം. ഈ മകൻ അവരോട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ കുഞ്ഞിനും അറിയാം എൻ്റെ അപ്പൻ ദൈവം പറയുന്ന വിരുദ്ധം ഒന്നും ചെയ്യത്തില്ല, അത് അതുപോലെ അനുസരിക്കും. ഇപ്പൊ ദൈവം എന്ത് പറയുന്നുവോ അതിനോട് ദൈവം എന്താണ് സന്ദേശം അറിയിക്കാൻ പോകുന്നത്, എന്താണ് ചെയ്യാൻ പോകുന്നത്, അതിനു വേണ്ടി നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് പൂർണ്ണമായി സമർപ്പിക്കപ്പെടുന്ന ഒരു കുടുംബത്തെയാണ് കാണാൻ കഴിയുന്നത്.
അബ്രഹാം, സാറായും ഇസഹാക്കും. ഇസഹാക്ക് എതിർപ്പൊന്നും പറയുന്നില്ല. നമ്മൾ പഠിച്ചു വരുമ്പോൾ ഏകദേശം 17-18 വയസ്സുണ്ട് ഇസഹാക്കിന്. അവന് കയ്യും കാലും കെട്ടുമ്പോൾ അലറി കീറിയോ ബഹളമുണ്ടാക്കിയോ അതിനെക്കുറിച്ചൊന്നും വചനം പറയുന്നില്ല. അപ്പോൾ ശാന്തരായി കിടന്നായിരിക്കാം. അപ്പോൾ അതിനെല്ലാം പൂർണ്ണമായ കാരണം അവർക്ക് നല്ല ബോധ്യമുണ്ട്. ദൈവത്തിന് വേണ്ടി ദൈവം പറയുന്നത് അതുപോലെ ചെയ്യണം. അതിനു വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കപ്പെടുന്ന ഒരു കുടുംബത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് യാഗത്വം എല്ലാം കഴിഞ്ഞ് അവസാനം പറയുന്നു, നീ നിന്റെ ഏകജാതനായ പുത്രനെ തരുവാൻ മടിക്കായ കൊണ്ട് ഞാൻ നിന്നെ ഈ വിധം അനുഗ്രഹിക്കും. ഇന്ന് രാത്രി ദൈവമക്കളോട് കാര്യം പറയാനുള്ളത്, ദൈവം എന്ത് പറയുന്നുവോ അത് നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മുടെ മുമ്പിൽ തടസ്സങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ കാണാം. പക്ഷെ ആ തടസ്സങ്ങൾ അല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ദൈവം പറഞ്ഞ വചനം, ദൈവം പറഞ്ഞ അരുളപ്പാടുകൾ, ദൈവത്തെ നാം വലുതായി കാണുന്നു എങ്കിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന തടസ്സങ്ങൾ നമുക്കൊരു തടസ്സങ്ങളാകുകയില്ല. പല ആളുകളോടും ദൈവവചനം പ്രമാണിക്കണം, ദൈവത്തിനായി ജീവിക്കണം എന്നൊക്കെ പറയുമ്പോൾ അവർ പലതരം തടസ്സങ്ങൾ പറയുന്നത് കണ്ടിട്ടുണ്ട്. ഇന്ന് രാത്രി ഓർക്കേണ്ടത്, ദൈവത്തെക്കാൾ വലുതായിട്ടൊന്നിനെയും കാണാൻ പാടില്ല. യെഹെസ്കേലിന്റെ കുടുംബം എങ്ങനെയായാലും ശരി, എത്ര ദുഃഖം കടിച്ചമർത്തേണ്ടി വന്നാലും, വേർപാടിന്റെ ദുഃഖത്തിലൂടെ കടന്നുപോയാലും ദൈവത്തിന്റെ സന്ദേശം അനുസരിക്കുക. അവരുടെ ദൈവം എന്താണ് അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് അത് അറിയിക്കാൻ അതൊരു മീഡിയയായി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു കുടുംബം, ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന, സമർപ്പിക്കപ്പെടുന്ന ഒരു അബ്രഹാമിന്റെ കുടുംബം. ഇതാണ് കാണാൻ കഴിയുന്നത്. ഇനി മറ്റൊരു കാര്യം, ഈ യെഹെസ്കേലിന്റെ ഭാര്യ എങ്ങനെ മരിച്ചെന്ന് പറയുന്നില്ല. ഇദ്ദേഹം നേരത്തെ ഇത് അറിഞ്ഞിരുന്നു, ആ നില അവളെ പ്രിപ്പയർ ചെയ്തൊന്നും വേദോസ്തം പറയുന്നില്ല. അടുത്ത കാര്യം, യെഹെസ്കേൽ ഒരു പുരോഹിത കുടുംബത്തിൽ ജനിച്ചതാ. പുരോഹിത കുടുംബത്തിൽ ജനിച്ചവർ, പുരോഹിതന്മാരായിരിക്കുന്നവർ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ പാടില്ല എന്നുള്ളതാണ് ലേവ്യ പുസ്തകത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. ഏറ്റവും ക്ലോസ് അപ്പനെ, അമ്മ, സഹോദരങ്ങൾ, ഭാര്യ തുടങ്ങിയ ക്ലോസ് ബന്ധുക്കളാണെങ്കിൽ മാത്രമേ ആ ദുഃഖത്തിൽ പങ്കുചേരാൻ പാടുള്ളൂ. ഒരു പുരോഹിതനായവൻ, പുരോഹിത കുടുംബത്തിൽ ജനിച്ചവൻ, ആ ക്ലോസ് ആയിരിക്കുന്ന ആരും മരിക്കുവാൻ മാത്രമേ ആ ദുഃഖത്തിൽ പങ്കുചേരാൻ പാടുള്ളൂ. ലേവ്യ പുസ്തകം 21-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വാക്യങ്ങളിൽ ആ ഭാഗം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സമയം പോലെ അതൊന്ന് വായിക്കുക. ലെവിറ്റിക്കസ് ചാപ്റ്റർ 21 വേഴ്സ് 1-4. എന്നാൽ യെഹെസ്കേൽ അങ്ങനെ ക്ലോസ് ആയിരിക്കുന്ന ആൾ മരിച്ചുകൊണ്ട് അവനത് പ്രമാണിക്കാം, ആ ദുഃഖാചരണം നടത്താം. യെഹെസ്കേൽ ദൈവം അനുവദിച്ചതേ, നീ മൗനമായിരുന്ന് ഒന്ന് നെടുവീർപ്പെടുക, ഒരേ ഒരു ഞരക്കം. എന്നിട്ട് യഹോവ ഈ സമയത്തിന് നിശബ്ദനായിരിക്കുകയാണ്. ദൈവത്തിനും ദൈവസ്നേഹത്തിനും ദൈവിക വചനത്തിനും മുൻഗണന കൊടുത്തിരുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ദൈവം ഈ കാര്യം പറയുമ്പോൾ യെഹെസ്കേൽ ഒരു പ്രതിഷേധമോ ദൈവത്തോടെ എന്നെ കൊണ്ട് കഴിയത്തില്ല, അതിന് മാറ്റിത്തരണമെന്നൊന്നും യഹോവ ദൈവത്തോട് പറയുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം തനിക്കുണ്ടായിരുന്ന എല്ലാറ്റേക്കാൾ ഉപരിയായി യഹോവയായ ദൈവത്തെ വലുതായി കാണുകയും യഹോവയായ ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്തിരുന്നു എന്നോ വ്യക്തമായി നമുക്ക് ഭാഗത്ത് കാണാൻ കഴിയുന്നുണ്ട്. അവൻ ഭാര്യയെക്കാൾ
ദൈവത്തെ സ്നേഹിച്ചിരുന്നു എന്ന് പണ്ഡിതന്മാർ പറയപ്പെടുന്നുണ്ട്. ആ മുൻഗണനാ ബോധം എന്ന് പറഞ്ഞാൽ യെഹെസ്കേൽ ആ നിലയിലാണ് മുൻഗണന കൊടുക്കുന്നത് എന്നൊരു ബോധ്യം അവന്റെ ഭാര്യയ്ക്ക് ഉണ്ടായതുകൊണ്ടാണ് മുമ്പേ ഞാൻ ഓർപ്പിച്ചതുപോലെ നിന്റെ കണ്ണിനെ ആനന്ദമായവെന്ന പദപ്രയോഗം ഉപയോഗിക്കാൻ കാരണമെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടും. എന്തായാലും ശരി, ഇവിടെ നമുക്ക് കാണാൻ കഴിയും ദൈവത്തെക്കാൾ ഉപരിയായി മറ്റൊന്നിനെയും യെഹെസ്കേൽ കാണുന്നില്ല. ദൈവത്തെയാണ്, ദൈവത്തെയും ദൈവവചനത്തെയും ഏറ്റവും വലുതായി കാണുകയും ദൈവവുമായിട്ടുള്ള ആ ഒരു സ്നേഹബന്ധത്തിൽ അടിയുറച്ചു നിൽക്കുന്നത് കൊണ്ടാണ് ദൈവം പറഞ്ഞ അതുപോലെ ചെയ്യുവാൻ യെഹെസ്കേൽ പൂർണ്ണമായി സമർപ്പിക്കപ്പെടുവാൻ കാരണം അതാണ്. ദൈവവചനം അനുസരിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, അതാണ് ഏറ്റവും വലിയ കാര്യവും പ്രധാനപ്പെട്ട കാര്യവും. ബാക്കിയുള്ളതെല്ലാം സെക്കൻഡറിയാണ്. നമ്മുടെ ബന്ധങ്ങളും നമുക്ക് ദൈവം തരുന്ന നന്മകളും നമുക്ക് ദൈവം തരുന്നതായ ഭൗതികമായതായ ശരിയെ അതൊന്നും ദൈവത്തെക്കാൾ വലുതായി നമ്മൾ കാണാൻ പാടില്ല. ദൈവവചനം അനുസരിക്കുവാൻ ഇതൊന്നൊരു തടസ്സമായി തീരരുത്. ഞാൻ ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. റോമലേഖനം 8-ാം 35-ാമത്തെ വാക്യവും 38, 39 വാക്യങ്ങൾ വായിക്കും. റോമൻസ് ചാപ്റ്റർ 8 verses 35, 38 and 39. അവിടെ പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. 38 മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. പൗലോസ് പറഞ്ഞു ആ സ്നേഹത്തിൽ വേർപിരിക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അതിന് മുമ്പ് പറയുന്നുണ്ട് നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെ പൂർണ്ണ ജയം പ്രാപിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസിന്റെ ജീവിതത്തിൽ താൻ തന്നെ തന്നെ ദൈവഹിതത്തിന് വേണ്ടി ദൈവിക ആലോചനകൾ മറ്റുള്ള അറിയിക്കുന്ന ഒരു മാധ്യമമായി, ഒരു മീഡിയയായി സമർപ്പിക്കപ്പെടുവാണ്. കാരണം ക്രിസ്തുവുമായിട്ടുള്ള സ്നേഹത്തിന്റെ അതിന്റെ അടിസ്ഥാനത്തിലാണ്. അവിടെ പറയുന്നത് ആർക്കും വലിയ ലിസ്റ്റ് പറയുന്നുണ്ട്. ഇതിനാൽ ഒന്നും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ വേർപിരിക്കാൻ കഴിയത്തില്ല എന്ന് ഞാൻ പൂർണ്ണമായും ഉറച്ചിരിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നാം ഏറ്റവും വലുതായി കാണുന്ന നമ്മുടെ കർത്താവിനെയാണ്. അതിനപ്പുറത്തൊന്നുമില്ല. ഇതൊന്നും നമുക്ക് ലഭിക്കുന്ന ഭൗതിക സ്ഥാനങ്ങളും മാനങ്ങളും നമുക്ക് ദൈവം തരുന്ന നന്മകളൊന്നും ദൈവത്തെ സ്നേഹിക്കുന്നതിനോ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിനോ ദൈവിക വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിനോ ഒരു തടസ്സമായി നമ്മൾ ആക്കരുത്. നമ്മൾ അങ്ങനെ കാണാൻ പാടില്ല. അതൊന്നും വലുതായി കാണരുത്. അതെല്ലാം തന്നവനായ ദൈവം, അതിന് സോഴ്സ്, അതിന് ദാതാവ് എന്ന് പറഞ്ഞ ദൈവമാകിയാൽ ആ തന്ന ദൈവത്തെ വലുതായി കാണുകയും ആ തന്ന ദൈവത്തെ ഇതിനേക്കാൾ അധികമായി സ്നേഹിക്കുകയും അങ്ങനെ നാം മുൻപോട്ട് പോകാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അല്ലാതെ ദൈവജനത്തിന് മുമ്പാകെ ദൈവം പറയുന്ന ഏത് കൽപ്പനകളും അത് നിസ്സാരമായി തള്ളിക്കളയാതെ കൊടുക്കേണ്ട പ്രാധാന്യം കൊടുത്ത്
ഇതൊന്നൊരു തടസ്സമായി കാണാതെ നമ്മൾ ചെയ്യുവാൻ ബാധ്യസ്ഥരാണ്. അതിന് ദൈവം നമ്മെ ഒരുക്കിയെടുക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ആ ദൈവത്തെ മറ്റാരേക്കാളും മറ്റെന്തിനേക്കാളും സ്നേഹിക്കുന്നു എങ്കിൽ ആ ദൈവത്തിന്റെ സ്നേഹം മറ്റുള്ളവരോട് കാണിക്കുവാൻ നമ്മുടെ സ്നേഹത്തിന്റെ ഒരു ഉറവിടമായി മാറ്റപ്പെടും എന്ന് പറയപ്പെടുന്നുണ്ട്. യെഹെസ്കേലിന്റെ അസാധാരണമായ ഈ പെരുമാറ്റത്തിന് എന്തെങ്കിലും കാരണമുണ്ടോ എന്നോ പ്രവാസികൾ കാണാൻ വേണ്ടി കഴിഞ്ഞു വന്നു. അതിനാൽ അതിന് കാരണം അവർ ചോദിക്കാൻ വേണ്ടി വന്നതായിട്ടാണ് നമുക്ക് ഈ വായിച്ച വേദഭാഗത്ത് കാണാൻ കഴിയുന്നത്. ചോദിച്ചു വന്നപ്പോൾ യെഹെസ്കേലിന് മറുപടി കൊടുക്കുന്നുണ്ട്. യെഹെസ്കേലിന്റെ ഭാര്യയെ സംബന്ധിച്ച് യഹോവ ദൈവം പറഞ്ഞു, നിന്റെ കണ്ണിന് ഇമ്പമായവൻ അല്ലെ ആനന്ദമായവൻ എന്നാണ് പറഞ്ഞത്. ഇവിടെ പറയുമ്പോൾ ഇനി അതിന്റെ അവർ വന്ന് ചോദിക്കുന്നുണ്ട്, നീ ഒന്നും ഞങ്ങളോട് എന്താ പറയാത്തത്, എന്താ സംഭവിച്ചത് എന്ന് പറയുമ്പോൾ ആ 21-ാം അധ്യായം 21-ാമത്തെ വാക്യം വായിച്ചേ. നീ യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായത് എന്തെന്നാൽ, നീ ഇസ്രായേൽ ഗൃഹത്തോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ഗർവിക്കുന്ന ശരണവും നിങ്ങളുടെ കണ്ണിന്റെ ആനന്ദവും നിങ്ങളുടെ ഹൃദയത്തിന്റെ വാഞ്ചയുമായിരിക്കുന്ന എന്റെ വിശുദ്ധ മന്ദിരത്തെ ഞാൻ അശുദ്ധമാക്കും. നിങ്ങൾ വിട്ടേച്ചു പോകുന്ന നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും വാൾ കൊണ്ട് വീഴും. ഇവിടെ വായിക്കുന്നത്, നിങ്ങളുടെ കണ്ണിന് ആനന്ദവും നിങ്ങളുടെ ഹൃദയത്തിന് വാഞ്ചയുമായിരിക്കുന്ന എന്റെ വിശുദ്ധ മന്ദിരം. ഇത് ഏകദേശം ഇതിനോട് സാമ്യപ്പെടുത്തുന്ന ഒരു പദപ്രയോഗമാണ് യെഹെസ്കേലിന്റെ ഭാര്യയോടുള്ള ബന്ധത്തിൽ പറയുന്നത്. യെഹെസ്കേലിന്റെ ഭാര്യയോടുള്ള ബന്ധത്തിൽ അവന്റെ കണ്ണിന് ആനന്ദമായിരിക്കുന്നവളെ ദൈവം എടുത്തതുപോലെ, ഇസ്രായേലെ നിന്റെ കണ്ണിന് ഇമ്പവും നിന്റെ കണ്ണിന് ആനന്ദവും നിന്റെ ഹൃദയത്തിന് വാഞ്ചയുമായിരിക്കുന്ന വിശുദ്ധ മന്ദിരത്തെ ഞാൻ അശുദ്ധമാക്കും. പ്രവാസികളുടെ ആനന്ദം, ഇത് പറയുന്ന പ്രവാസികളോട് പറയുന്നേ. പ്രവാസികളുടെ ആനന്ദം, പ്രവാസികളുടെ ഹൃദയത്തിന്റെ വാഞ്ച, അതെല്ലാം യെരൂശലേം ദേവാലയമായിരുന്നു. യഹൂദൻ ദൈവത്തെ വിട്ട് യാത്ര ചെയ്താലും അന്യ ദൈവങ്ങളെ സേവിച്ചാലും അവന്റെ ആലയത്തെക്കുറിച്ച് വലിയൊരു മതിപ്പ്, ഒരു പ്രൗഡ് ഹൃദയത്തിനകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് പറയുന്നത് പ്രവാസികളുടെ ആനന്ദം, അവർ ഹൃദയത്തിനകത്ത് വാഞ്ച. അതുകൊണ്ട് യഹൂദൻ ഏത് രാജ്യത്ത് ചിതറിപ്പോയാലും ആ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട എല്ലാ ഫെസ്റ്റിവലിനും ഉത്സവങ്ങളിലും യഹൂദന്മാർ അവിടെ പെരുന്നാൾ കൂടുവാൻ വേണ്ടി യെരൂശലേം ദേവാലയത്തിൽ വരും. വേറെ എങ്ങും പോവുകയില്ല, വേറെ എങ്ങും പോകാൻ നിവൃത്തിയില്ല. അവർക്ക് ഒറ്റ ആലയമേ ഉള്ളൂ. അത് അവർ ഹൃദയത്തിന് വാഞ്ചയാണ്, അവരുടെ കണ്ണിന് ഇമ്പമാണ്. അവർ ആ സമയത്തും ആലയത്തെക്കുറിച്ച് അഭിമാനം കൊള്ളുന്നവരായിരുന്നു. ഒരുപക്ഷെ അത് യെരൂശലേം ഏറ്റവും മഹത്തായ ഒരു കെട്ടിടമായിരിക്കാം. നമുക്കറിയാം, യേശുവിന്റെ കാലഘട്ടത്തിൽ ശിഷ്യന്മാർ യേശുവിന് പറഞ്ഞൊരു കാര്യമുണ്ട്. മർക്കോസ് 13-ാം അധ്യായത്തിന്റെ 1-2 വാക്യം കൂടെ വായിച്ച് ആ ഭാഗം നമുക്ക് നിർത്താം. മർക്കോസ് 13-ാം അധ്യായത്തിൽ 1-2 വാക്യം. ശിഷ്യന്മാരിൽ ഒരുത്തൻ, ഗുരു, ഇതാ എങ്ങനെയുള്ള കല്ല്, എങ്ങനെയുള്ള പണി എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, നീ ഈ വലിയ പണി കാണുന്നുവോ? ഇടിക്കാതെ കല്ലിന്മേൽ കല്ലിവിടെ ശേഷിക്കയില്ല എന്ന് പറഞ്ഞു. ഇവിടെ നോക്കണം, യേശുവിന്റെ കാലഘട്ടത്തിൽ യേശു നടന്നു പോകുമ്പോൾ ഒരു ശിഷ്യൻ വിളിച്ചിട്ട് പറയാണ്, ഗുരു,
നീ ആ യെരൂശലേം ദേവാലയം നോക്കിയേ, അതിന്റെ പണിയൊന്ന് നോക്കിയേ, അതിന്റെ കല്ലൊന്ന് നോക്കിയേ. ഇതാ എങ്ങനെയുണ്ട് കല്ല്, എങ്ങനെയുള്ള പണി നോക്കണം. യേശുവിന്റെ കാലഘട്ടത്തിൽ പോലും ആ ശിഷ്യന്മാർ യേശുവിന്റെ കൂടെ ജീവിക്കുമ്പോഴും അവരെ ആ വിട്ടിട്ട് പോകുന്ന ആലയത്തെ കുറിച്ചുള്ള അതിന്റെ പണി, അതിന്റെ കല്ല് അവർ ഹൃദയത്തിനകത്ത് എപ്പോഴും ആനന്ദവും ഒരു വാഞ്ചയും ഉളവാക്കിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് യഹോവയെ യേശു കർത്താവ് പറഞ്ഞ ഇങ്ങനെയാണ്, ഈ വലിയ പണി എന്ന് പറഞ്ഞാൽ അത്രമാത്രം നല്ല നിലയിൽ അത് പണിതിട്ടുണ്ട്. അപ്പോൾ യഹൂദന്റെ കണ്ണിനെ ആനന്ദം, അവന്റെ ഹൃദയത്തിന്റെ വാഞ്ചയാണ് അവന്റെ ആലയം എന്ന് പറയുന്നത്. യഹോവയായ ദൈവം യെഹെസ്കേലിനോട് പറഞ്ഞു, നിന്റെ കണ്ണിന് ആനന്ദമായവളെ ഞാൻ എടുത്തു. അതിന്റെ അർത്ഥം ഇവിടെ കാണിക്കുന്നത്, പ്രവാസികളോട് കാണിക്കണം. അവൻ പറഞ്ഞിങ്ങനെയാണ്, നിങ്ങളുടെ കണ്ണിന് ആനന്ദവും നിങ്ങളുടെ ഹൃദയത്തിന് വാഞ്ചയുമായിരിക്കുന്ന വിശുദ്ധ മന്ദിരത്തെ ഞാൻ അശുദ്ധമാക്കും. നിങ്ങളെ വിട്ടേച്ച് പോകുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും പുത്രിപുത്രന്മാരെയും കൊല്ലും എന്ന് വളരെ വ്യക്തമായി പറയും. ആലയത്തെ കുറിച്ച് അവർക്ക് വാഞ്ചയുണ്ടായിരുന്നു. നിങ്ങൾ അഭിമാനിക്കുന്ന നിങ്ങളുടെ കണ്ണുകളുടെ ആനന്ദം, നിങ്ങളുടെ വാത്സല്യത്തിന്റെ വസ്തു, നിങ്ങൾ എപ്പോഴും പ്രൗഡായിട്ട് നിങ്ങൾ കാണുന്ന ആ ആലയം നശിപ്പിക്കും എന്നാ പറഞ്ഞതിനർത്ഥം. യെരൂശലേമിൽ നിങ്ങളുടെ കുടുംബക്കാർ മരിക്കും. ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രവാസത്തിലുള്ളവർ യെഹെസ്കേലിനെ പോലെ ആയിരിക്കും. കാരണം യെഹെസ്കേലിന്റെ ഭാര്യ മരിച്ചപ്പോൾ ദൈവം പറഞ്ഞു, നീ മൗനമായിരുന്ന് ഇരിക്കണം, നീ ഒരു ദീർഘശ്വാസം മാത്രം വിടണം എന്ന് പറഞ്ഞതുപോലെ ഈ ഇവിടെ പറഞ്ഞതിനർത്ഥം, ഈ ആലയം നശിപ്പിക്കപ്പെടുമ്പോൾ, നിങ്ങളുടെ പുത്രിപുത്രന്മാർ അവിടെ വെച്ച് കൊല്ലപ്പെടുമ്പോൾ, പ്രവാസത്തിലുള്ളവർ എങ്ങനെയായിരിക്കും, അവരുടെ മനോഭാവം എന്തായിരിക്കുമെന്നാണ് ഈ യെഹെസ്കേലിന്റെ ഭാര്യയുടെ മരണത്തോടെ ബന്ധത്തിൽ യെഹെസ്കേൽ കാണിച്ച ആ പ്രതികരണം പോലെ ആയിരിക്കും പ്രവാസത്തിലുള്ള ജനത്തിന്റെ പ്രതികരണം. അതാണ് അർത്ഥമാക്കുന്നത്. അതുപോലെ പ്രവർത്തിക്കും, ഉടൻ സംഭവിക്കും. അപ്പോൾ അവർ അറിയും യഹോവയായ ദൈവം ആരാണെന്ന്. നമുക്ക് കാര്യം മനസ്സിലായി. ഇവിടെ ആ 23-ാം വാക്യത്തിന്റെ അവസാനം പറയുന്നുണ്ട്, നിങ്ങൾ വലിയ വിലാപം കഴിക്കുകയോ ചെയ്യാതെ നിങ്ങളുടെ അകൃത്യങ്ങളിൽ തന്നെ ക്ഷയിക്കും എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ കുഞ്ഞുകുട്ടികൾ അവിടെ മരിച്ചു വീഴും. നിങ്ങളുടെ കണ്ണിന് ഇമ്പമായിരിക്കുന്ന ആലയം അത് നശിപ്പിക്കപ്പെടുമ്പോൾ നിങ്ങൾക്കൊരു വിലാപ കീർത്തനം നടത്തുവാനോ ഒരു വിലാപ ഗാനം പാടാനോ നിങ്ങൾക്ക് വിലപിക്കുവാനോ നിങ്ങളുടെ തല മൊട്ടയടിക്കുവാനോ ഒന്നും നിങ്ങളെ കൊണ്ട് കഴിയത്തില്ല. അവസാനം പറഞ്ഞ് ഇങ്ങനെ നിർത്തുന്നത് ഇങ്ങനെയാണ്, നിങ്ങളുടെ ഹൃദയം വിലാപം കൊണ്ട് ക്ഷയിച്ച് തമ്മിൽ തമ്മിൽ നോക്കി ഞരങ്ങും എന്ന് വളരെ വ്യക്തമായി പറയുന്നു. അതിനെ ഉരുകും എന്നുള്ളതാണ് യഥാർത്ഥമാകുന്ന എബ്രായ ഭാഷയെ കൊടുത്തിരിക്കുന്ന വാക്കിന്റെ ക്ഷയിക്കും എന്നുള്ള അർത്ഥം. ഉരുകും, നിങ്ങളുടെ ഹൃദയം ഉരുകും. നിങ്ങൾക്ക് വാവിട്ട് കരയാൻ കഴിയാത്ത നിലയിൽ നിങ്ങൾ അന്യദേശത്ത് ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകും എന്നാണ് പറയപ്പെടുന്നത്. അതിന്റെ അവസാന ഭാഗം വരുമ്പോൾ നമുക്കത് പഠിക്കാൻ കഴിയും. അവരതുപോലെ ആയി തീർന്നു എന്നൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ഒന്ന്, നമ്മളെ ദൈവം ഓരോ സ്ഥാനങ്ങളാക്കി വെക്കുമ്പോൾ ഒന്ന് ദൈവത്തിന് വേണ്ടി ആയിത്തീരാനുള്ള മനോഭാവം നമുക്കുണ്ടാക്കണം. നമുക്ക് ലഭിക്കുന്ന ഒന്നും വലുതായി കാണാതെ ദൈവം പറയുന്ന അതുപോലെ അനുസരിക്കുവാൻ, അതുപോലെ കീഴ്പ്പെടുന്ന
ഒരു ഹൃദയം നമുക്കും നമ്മുടെ കുടുംബത്തിനുണ്ടായിരിക്കണം. 2, ദൈവത്തെക്കാൾ ഉപരിയായി മറ്റൊന്നിനും വലുതായി കാണാൻ പാടില്ല. എങ്കിൽ മാത്രമേ ദൈവം പറയുന്ന പോലെ അനുസരിച്ച് കീഴ്പ്പെട്ട് യാത്ര ചെയ്യുവാൻ നമുക്ക് കഴിയത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ ദൈവത്തെ നമുക്ക് വലുതായി കാണാം. ഇസ്രായേൽ ദൈവത്തെക്കാൾ ഉപരിയായ നിലയിൽ അവന്റെ ആലയത്തെ വലുതായി കണ്ടു. അതായിരുന്നു അവന്റെ കണ്ണിന് ആനന്ദം, അതായിരുന്നു ഹൃദയത്തിന്റെ വാഞ്ച. ദൈവം അതിനെ നശിപ്പിച്ചു. യേശുവിന്റെ കാലഘട്ടം വരുമ്പോഴും ആലയം പുതുക്കി പണിതപ്പോഴും അവരുടെ ഹൃദയത്തിന്റെ വാഞ്ചയും കണ്ണിന് ഇമ്പവും അതായിരുന്നു. അതുകൊണ്ട് ഇതിന്റെ പകൽക്കാലം പറയേണ്ട ഭൗതിക നേട്ടങ്ങൾക്കും ഭൗതിക സ്ഥാനങ്ങൾക്കും മാനങ്ങൾക്കും അതിനൊക്കെ അപ്പുറത്തായി നമ്മുടെ കർത്താവിനെ നമുക്ക് വലുതായി കാണാം. ആ കർത്താവായിരിക്കട്ടെ നമ്മുടെ മനോഹര വസ്തു, ആ കർത്താവായിരിക്കട്ടെ നമ്മുടെ ആനന്ദം, ആ കർത്താവായിരിക്കട്ടെ നമ്മുടെ ഹൃദയത്തിനകത്ത് വാഞ്ച. മാൻ നിർത്തോടുകൾ ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു എന്ന് സങ്കീർത്തക്കാരൻ പറയുന്ന പോലെ നമ്മുടെ വാഞ്ച മുഴുവൻ, നമ്മുടെ കണ്ണിന്റെ ഇമ്പമായിരിക്കുന്ന മുഴുവൻ, നമ്മുടെ ആനന്ദം മുഴുവൻ നമ്മുടെ കർത്താവിലായിരിക്കട്ടെ. ആകെ നമ്മുടെ ജീവിതയാത്ര കർത്താവിൽ പൂർണ്ണമായി സമർപ്പിച്ച് യാത്ര ചെയ്യുവാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.